ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു 90 കിഡ്സുകാരുടെ ഒരു ഓട്ടോഗ്രാഫ് മെമ്മറബിൾ വീഡിയോ ആണ്. അപ്പം നമുക്ക് അതിലേക്ക് പോവാം. എൻ്റെ അല്ല ഈ ഓട്ടോഗ്രാഫ് ബുക്ക്, എൻ്റെ ചേച്ചിയുടെ ആണ്. അതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. വരും ഇവിടെ. ആ കൊച്ചിനെ നമ്മളിവിടെ കൊണ്ടുവരും, ഇല്ലെങ്കിൽ നമ്മൾ വരുത്തും. ആ കൊച്ചി വന്നിട്ട് വേണം ഇതൊക്കെ വായിക്കാൻ. അങ്ങനെ വന്നിട്ടുണ്ട്. കേറിയിരി. അപ്പം നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ നാത്തും ദേവിക. അപ്പോൾ ഫസ്റ്റ് ആരാ? നീ തുടങ്ങുന്നോ? നീ തുടങ്ങി. ആദ്യം തന്നെ ഒരു കൊച്ചു തന്നെ എഴുതിയേക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഫോട്ടോയൊക്കെ വെച്ചിട്ട് നമുക്ക് ആദ്യം വായിക്കാം. നല്ലൊരു ഓട്ടോഗ്രാഫ് തന്നെ ആദ്യം വായിക്കാം. ഡിയർ ഫ്രണ്ട് രോഹിണി, നമ്മൾ എത്ര നല്ല ഫ്രണ്ടാണല്ലേ. ഞാൻ ആകാശം, നീ നക്ഷത്രം. ഞാൻ കടൽ, നീ തീര. ഞാൻ കായൽ, നീ മീൻ. ഞാൻ വിളക്ക്, നീ തിരി. ഞാൻ മരം, നീ മരപ്പട്ടി. ഇത് പേരൊന്നും പറയുന്നില്ല, പാവല്ലേ, എഴുതി വെച്ചേക്കാണ്. ഇതൊക്കെ 90 കിഡ്സുകാർക്ക് മാത്രം അറിയാവുന്ന ഓട്ടോഗ്രാഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുത്ത് വായിക്കാം. ചില്ല് പൊട്ടിക്കാൻ ഒരു കല്ല് മതി, ഹൃദയം തകർക്കാൻ ഒരു വാക്ക് മതി, ഒരു ജീവിതകാലം ഓർക്കാൻ നിന്നെപ്പോലെ ഒരു ഫ്രണ്ട് മതി. നിന്നെപ്പോലെ സൂപ്പർ. അത് കഴിഞ്ഞ് ദാണ്ട ഒരു ഇംഗ്ലീഷ് പോയറ്റ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ദാണ്ട കുറേ ഉണ്ട്. ഇത് വായിക്കണമെങ്കിൽ ഇനി ആ എഴുതിയ ആളെ തന്നെ ഇവിടെ വരുത്തേണ്ടി വരും. അതുകൊണ്ട് നമുക്കത് വായിക്കണ്ട, നമുക്ക് വേറെ വായിക്കാം. വേറെ ഒരു സംഭവമുണ്ട്. ഇതാരാന്ന് എനിക്ക് ഇപ്പോൾ അറിയണം. ഈ ഓട്ടോഗ്രാഫ് എടുത്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. പുള്ളി ഭയങ്കര വിരഹം അനുഭവിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഡിയർ, മൈ നെയിം മൈ പ്രോബ്ലം ലവ്, മൈ സൊല്യൂഷൻ ഈസ് യു. ആരാണിവൻ? ആരാണെന്ന് ഇപ്പം അറിയണം. അവൻ്റെ സൊല്യൂഷൻ താണ്ടെ നിങ്ങളാണോ? അങ്ങനെ ഇരിക്കുന്നു ഇപ്പം. അടുത്ത ഓട്ടോഗ്രാഫ് എന്ന് വെച്ചാൽ കെട്ടിച്ചു വിടുന്ന വീട്ടിലെ അമ്മായിമ്മയ്ക്കൊരു വെല്ലുവിളി ആയിരിക്കും. അങ്ങനത്തെ ഫ്രണ്ട്സുകളാണ് ഈ കൊച്ചിന് ഉണ്ടായിരുന്നേ തോന്നുന്നു 90 കിഡ്സുകാർക്ക്. അത്രയ്ക്കൊരു മോട്ടിവേഷൻ ആയിട്ടുള്ളൊരു ഓട്ടോഗ്രാഫാണിത്. ഞാൻ വായിച്ചില്ല. ഡിയർ രോഹിണി, ഉടുക്കൂ പട്ടുസാരി, നടക്കൂ അടുക്കളയിലേക്ക്, എടുക്കൂ അമ്മായിയമ്മയെ, എറിയൂ പറമ്പിലേക്ക്. അവര് പിടിച്ച് കശത്ത് വെച്ചില്ലെങ്കിൽ ജീവനോടിരിക്കും. അതാ, അത്ര നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ഒരുമിച്ച് പഠിച്ചവര്. ഒന്നും ചെയ്യാതിരുന്ന അവനവന്റെ ജീവന് നല്ലതെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ ബ്രദർ, അതായത് എൻ്റെ അണ്ണൻ എഴുതിയ ഒരു ഓട്ടോഗ്രാഫ് ഉണ്ട്, അത് ഞാൻ വായിച്ചുതരാം. ഡിയർ സിസ്റ്റർ അമരു, ആ കൊച്ചിനെ അണ്ണ സ്നേഹത്തോട് വിളിക്കുന്നതാണ് അമരു. നിന്റെ ഗുഡ് ഭാവിക്ക് എൻ്റെ ബെസ്റ്റ് ആശംസകൾ. ഇതെൻ്റെ നല്ല മനസ്സ്. അത് നല്ല മനസ്സായിട്ട് എഴുതിയതാണ്. പിന്നെ ബാക്കി 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയിട്ടേ വീട്ടിൽ കയറാവൂ, ഇല്ലെങ്കിൽ മുട്ടുകാല് തല്ലി ഓടിക്കും. ഇതെൻ്റെ വേറൊരു മനസ്സ്. നല്ലൊരു ആങ്ങളെയാണ്, അതാണ് അവിടെ തെളിയിച്ചത്. വേറൊരാൾ എഴുതിക്കുവാണ്. എന്ത് P മറന്നാലും W മറന്നാലും ഈ എന്നെ മറക്കല്ലേ. ഓക്കെ, ഉയരത്തിൽ പറക്കുമ്പോൾ എന്നെ ഓർക്കണം. എന്താണ് അയാൾ എഴുതിയെന്ന് എനിക്കറിയാൻ വയ്യ. ABCD പോലും കറക്റ്റ് എഴുതിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം അയാൾക്ക് ഓട്ടോഗ്രാഫ് പോലും എഴുതാനുള്ള വരികളില്ല. അതൊന്നല്ല, ഇതെന്തോന്നും എനിക്ക് മനസ്സിലാവുന്നില്ലടാ. എന്തോന്ന് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇയാൾക്കറിയാമോ? ആ കൊച്ചിന് എന്നെ അറിയത്തില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ കാണുന്ന ചെറിയ പുള്ളിയൊന്നുമല്ല, അങ്ങ് ഹിന്ദിക്കാരുമായിട്ട് വരെ പിടിപാടുണ്ട്. താണ്ട് ഇപ്പം കാണിച്ചു തരാം. അസ്തമിക്കാൻ പോകുന്ന സൂര്യനോട് മാനം മന്ത്രിക്കുന്നത് പോലെ ഞാൻ നിന്നോട് പറയട്ടെ, തുമാരാ ബെസ്റ്റ് ഭാവി കേലിയെ മേരാ ബെസ്റ്റ് ആശംസകൾ. കൊള്ളാം. രാഷ്ട്രഭാഷയോട് അടുത്ത തമിഴ്. ഇത് പട്ടപ്പകലിലെ പങ്കുവെയില് എന്നെ പാർത്ത് സിറിക്കുന്നില്ല. എന്തായാലും ഒരു വെയിലുണ്ട്, നമുക്കതേ അറിയാവും. ഗൈസ്, ആ കൊച്ചങ്ങ് ഇറങ്ങിപ്പോയി. ആ കൊച്ചിന് മതിയായി ഇത്രയും കണ്ടപ്പോൾ തന്നെ. അത് കാരണം ആ കൊച്ചു പോയതുകൊണ്ട് നമുക്ക് ബാക്കി വായിക്കാൻ ഒരു ഫ്ലോ വരുന്നില്ല. കാരണം ആ കൊച്ചിനെയാണല്ലോ ഊക്കേണ്ടത്. പക്ഷേ 90 കിഡ്സുകാരെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. അവരൊക്കെ നല്ല രീതിയിൽ എഴുതും ഓട്ടോഗ്രാഫൊക്കെ. ഇപ്പോഴത്തെ കാലത്ത് എന്തോ എല്ലാവർക്കും ഫോണൊക്കെ ആയില്ലേ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ഫോണും കൊണ്ടൊക്കെ പോകുമായിരുന്നു. പണ്ടൊക്കെ ഇതൊക്കെ ഒരു നൊസ്റ്റാണ് അവർക്കൊക്കെ എടുത്ത് വെക്കുക. എനിക്കതൊന്നും എടുത്ത് വെക്കാൻ ഒന്നുമില്ല സത്യം പറയാം. ഞാനൊക്കെ 2K കിഡ്സ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ഓട്ടോഗ്രാഫ് കൂടെ വായിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം.
പിരിയാത്ത കൂട്ടുകാർ നമ്മൾ, പിരിയാത്ത നന്മയോടെ, നൊമ്പരങ്ങളും പുഞ്ചിരി നൽകും യാത്രാമൊഴിയോടെ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.